അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ സ്റ്റാർ കോസ്റ്റ് അല്ലദീബ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പം ചേരുന്ന വിദ്യാർത്ഥികൾ ആരൊക്കെയാണ് എന്നാണ് ആദ്യം തന്നെ നോക്കാനുള്ളത് അല്ലേ. നമുക്ക് അതെ, നമുക്ക് ഈ അൽ അദീബ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് നമ്മൾ അറബി ഭാഷാ ദിനവുമായി ബന്ധപ്പെട്ടാണല്ലോ നടത്തുന്നത്. അതെ അപ്പോൾ നമ്മൾ ചില പ്രത്യേകതകൾ കഴിഞ്ഞ എപ്പിസോഡുകൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതെ അപ്പോൾ ഇതിൽ ഇന്ന് നമുക്ക് പറയാനുള്ളൊരു കാര്യം ഈ അറബി ഭാഷയുടെ ഗ്രാമറാണ്. ആ ഗ്രാമർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നഹ്വ്, സർഫ്, അതെ ബലാഗ, അറൂല്, ഇങ്ങനെ കുറച്ച് വിഭാഗങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിങ്ങനെ പഠിക്കുമ്പോൾ നല്ല രസമാണ് പഠിക്കാൻ അത് ആസ്വദിച്ച് പഠിക്കാൻ നല്ല രസമാണ്. നല്ല നല്ല രസമുള്ള സംഗതി. അതല്ലെങ്കിൽ തലയിൽ കയറിയില്ല. അതെ, പക്ഷെ അതിന് സുഖം എന്താ വെച്ചാൽ അതിൻ്റെ ആ ഒരു ബേസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തന്നെ ഡെവലപ്പ് ചെയ്യാൻ അതെ. പറ്റും. അങ്ങനെ ഒരു പ്രത്യേകത അറബി ഭാഷയ്ക്ക് ഉണ്ട്. അറബി ഭാഷയുടെ പ്രത്യേകത തന്നെ അതാണ്. അതെ, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഫത്തഹി കസറുൽ ഒമ്മ് ഒന്നും ഇടാത്ത ചില ഹർക്കത്തുകൾ ഇടാത്ത ചില ഹർക്കത്തില്ലാത്തത് വായിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തിരിക്കണം, ഈ ലാംഗ്വേജിന്റെ ഗ്രാമർ ഗ്രാമർ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ അർത്ഥം മാറും ഉറപ്പാണ്. അല്ലേ, വേറെ രൂപത്തിലൊക്കെ. ഒരു ഫായിലിന്റെ സ്ഥാനത്ത് ആ മഫ്ഊലായി വരും. അതെ, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അർത്ഥം തന്നെ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട് വരും. അത് ഇതിനു മുമ്പേ എന്താ പറയുക, ഒരു ആയത്തിനെ ആ. ഒരു സക്കാഫി അർത്ഥം കൊടുത്താലോ. ആ. ആദ്യം പുസ്തകം ഇറക്കി. സൂറത്തു നിസായിലൊരു വചനമായിരുന്നു. ആ. ആദ്യം അർത്ഥം മാത്രം കൊടുത്തു പോയി. ഉം. പിന്നെ ഹർക്കത്ത് എന്ത് ചെയ്തു, ഇതിന് വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. റസൂലു എന്നുള്ള റസൂലാന്നാക്കിയ റസൂല ആ ഒരു വിഷയം. ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ടായിരുന്നു അതെ. അല്ലേ, അള്ളാഹുവിനോടും റസൂലിനോടും ചോദിക്കാം ആ. എന്നതിലേക്ക് അതിന് മാറ്റിയ- വേണ്ടിയിട്ട് ആദ്യം ചെയ്തെന്താ പറയുക, ഹർക്കത്ത് ഇടാതെ ആ. അങ്ങനെ പോവുകയായിരുന്നു. അതെ പിന്നീട് ഹർക്കത്തിൽ വരെ തിരുത്തുന്ന സ്വഭാവം വരെ നമ്മുടെ ആളുകൾ ചെയ്തിട്ടുണ്ട്. അതെ, അപ്പോൾ ഖുർആനിലാണ് അത് ചെയ്യുന്നത്. അതെ. അതൊന്നും നമ്മൾ ചിന്തിക്കാൻ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, നിന്നൊരു പറയൽ എന്താണ്, നമ്മളാണ് ഖുർആനിൽ തിരുമറി തിരുമറി നടത്തുക എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ, ഈ ഹർക്കത്ത് മാറുമ്പം എത്രത്തോളം അർത്ഥം മാറുന്നത് പറയാൻ വേണ്ടിയിട്ടാണ്. അതെ. അപ്പോൾ ഒരു ഹർക്കത്ത്, ഒരു ഫത്തഹിൻ്റെ സ്ഥാനത്ത് ഒരു ലൊമ്മ വന്നാൽ എന്ത് ചെയ്യും, അതെ തല്ലി കൊണ്ടോനെ തല്ലി തരൂ. അതെ. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ആ. ശ്രദ്ധിക്കണമെങ്കിൽ ഗ്രാമർ പഠിക്കണം എന്നുള്ളത് തന്നെയാണ്. അതെ. അറബി ഭാഷയുടെ ഗ്രാമർ പഠിക്കാൻ വളരെ സുഖമാണ്. അതെ. അതിന് നമ്മൾ പീസ് റേഡിയോയിൽ തന്നെ എന്തുണ്ട്, കോഴ്സ് ഓപ്ഷനിൽ അറബി ഭാഷാ പഠനത്തിനുള്ള നമ്മളൊരു കോഴ്സ് നടത്തുന്നുണ്ട്. അപ്പോൾ അതെ. എല്ലാവരും എന്ത് ചെയ്യുക, അത് ഉപയോഗപ്പെടുത്തുക. ഇൻഷാ അല്ലാ നമുക്ക് നമ്മുടെ തള്ളുകൾക്ക് തൽക്കാലം വിരാമം ഇട്ടുകൊണ്ട് കുട്ടികളെ പ്രോഗ്രാമിലേക്ക് പോകാന്നുള്ള എനിക്ക് തോന്നണത്. അതെ. കാരണം ആൾക്കാർ നിൽക്കുന്നത് നമ്മളെ തള്ളി വെക്കാനല്ല. അതെ. അപ്പോൾ നമുക്ക് ഐസ അക്ബർ, ഏതാ? ഒരു അറബിക് സോങ്ങുമായിട്ടാണ് നമ്മോടൊപ്പം ചേരുന്നത്. വണ്ടൂർ യത്തീംഖാനയിൽ പഠിക്കുന്ന ഐസ അക്ബറിൻ്റെ അറബിക് സോങ്. അവന് മോളാണ് അല്ലേ, 6ാം ക്ലാസ്സിലെ 6ാം ക്ലാസ്സിൽ വിദ്യാർത്ഥിനിയാണ്. ഓക്കെ. കേൾക്കാം നമുക്ക് അറബി ഗാനം. السلام عليكم. حمدا لله شكرا لله الله عوني يا الله مدد يا الله إن يهوذا يقتل إخوة في غزة رفا أنا نحن نصبر دوما دمعنا جفا عربيون يلقي صيحة حمو أسفاها شرقيون يولونهم في رفاها يا الله إلا بك حلا يا جلا إلا بك هيا يا الله إلا بك حلا يا جلا إلا بك هيا وين الأبطال وين رجال وين الآمال إن يهوذا يقتل إخوة في غزة رفا أنا نحن نصبر دوما دمعنا جفا لا عهد ولا حسرة والمن يشعل لا أحد لا يسير يذهب يلحق دجال عين عمر عين علي في هذه الأمة أين صلاح التيتيب لا يدو أما يا الله إلا بك رحمة يا الله إلا بك حكمة يا الله إلا
بك رحمة يا الله إلا بك حكمة وأين سلطان وأين قانون وأين مؤمن إن يهود يقتل إخوة في غزة رفا أنا نحن نصبر دوما دمعنا جفا كم من بلدي يقصد خوفا يفقن إيمانا كم من ملك يحسن تاج نفسه الأمارة يدفع كل فلسطيني شجع يا شبان يجمع حباب شهادة ولدان النسوان يا الله إلا بك عيشة يا الله إلا بك ريشة يا الله إلا بك عيشة يا الله إلا بك ريشة وأين شوراء وأين أدباء وأين رجاء إن يهودا يقتل إخوة في غزة رفا أنا نحن نصبر دوما دمعنا جفا. മാഷാ അല്ലാ. ഞാനിതുവരെ കേൾക്കാത്തൊരു പാട്ടാട്ടത്. ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കാരണം കേട്ടിട്ടില്ല. സ്കൂളുകളിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കലാമേളകളിൽ അത്യാവശ്യമൊക്കെ ട്രെൻഡായിട്ടുള്ളൊരു പാട്ടാണ്. പുതിയൊരു ഗാനമാണ്, ആ, പുതിയ ആ. പാട്ടാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളൊന്നും കേൾക്കാൻ സാധ്യതയില്ലാത്തൊരു പാട്ടും കൂടെയാണ് ശരിക്കും ഇത്. ഞാൻ പൊതുവേ നമ്മുടെ മദ്രസ സർഗവസന്തങ്ങളിലൊന്നും കേട്ടതിൻ്റെ ഓർമ്മയിലില്ല. അതെ. കുറേ പ്രോഗ്രാമുകൾ ഇങ്ങനെ ജഡ്ജായപ്പോൾ പൊതുവേ നമ്മൾ പാട്ട് ശ്രദ്ധിക്കപ്പോഴാണ്. അതെ. ഏതൊരു പ്രോഗ്രാം നമ്മൾ പുറത്തുനിന്ന് കേൾക്കുന്നതും അതിനൊരു വിധി പറയാൻ വേണ്ടി കേൾക്കുന്നത് തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അതെ, ഇതിലിപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ നേരത്തെ മിന്നിസ്ലാഹി ഷത്താന എന്നുള്ള പാട്ട് ആ. കുറേ പാടി എന്ന്. അതെ. അപ്പോൾ എന്താ വെച്ചാൽ ഇത് കുട്ടികൾക്കാണ് റിപ്പീറ്റഡ് ആയിട്ട് തോന്നുക. അതെ. പൊതുജനത്തിന് ഇത് പുതിയ പാട്ട് തന്നെയാണ്. ഉറപ്പാണ്. ഇതിപ്പോൾ നമ്മുടെ ഈ ശ്രോതാക്കളായ ആളുകൾ കുട്ടികൾ മാത്രമല്ല. അല്ല. അപ്പോൾ അവരിത് കേൾക്കുന്ന സമയത്ത് അവർക്കിത് പുതിയ പാട്ടാണ്. അതെ. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് വീണ്ടും വീണ്ടും ഒരേ പാട്ട് തന്നെ ടെലികാസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് വലിയ പ്രയാസങ്ങളൊന്നുമില്ല. ഇത് കേൾക്കുന്നവർ പുതിയവരാണ് അല്ലേ, അതുകൊണ്ട് തന്നെ പ്രയാസമില്ലാതെ അവർക്കിത് കേൾക്കാനും ആസ്വദിക്കാനൊക്കെ പറ്റും എന്നുള്ളതാണ്. ഏതായിരുന്നാലും മൈസ അക്ബർ വളരെ മനോഹരമായിട്ട് ഈ പാട്ട് പാടി മത്സരരംഗത്ത് പതിഞ്ഞൊരു പാട്ടാണ്. പ്രയാസമേറിയ പാട്ട് തന്നെയാണ് പാടാനൊക്കെ. വളരെ മനോഹരമായിട്ട് അവർ പാടിയിട്ടുമുണ്ട്. മാഷാ അല്ലാ. നമുക്ക് സ്റ്റാർ ക്വസ്റ്റിൻ്റെ അല്ലദീബ് സ്പെഷ്യൽ എപ്പിസോഡിൽ അടുത്തത് ആരാണെന്ന് നോക്കാം. ഒരു ഐസ തന്നെയാണ് വീണും. അതെ, ഐസ ബിൻത്ത് സായിദ് അല്ലേ, 2ാം ക്ലാസ്സിലെ ഒരു കൊച്ചു കൂട്ടുകാരിയാണ്. CHM LP സ്കൂൾ തളിപ്പറമ്പ്. ഓക്കെ, കേൾക്കാം നമുക്ക് ഐസ ബിൻത്ത് സായിദിന്റെ ഗാനം. السلام عليكم. لا تحزن يا غزة سوف ننتصر بالعزة. لا تحزن يا غزة سوف ننتصر بالعزة. لا تبالي يا أبطال ليس سعيكم في الإبطال. لا تبالي يا أبطال ليس سعيكم في الإبطال. نفسي حبنا من قلبنا زوا يتمنى حي في الراضية. نفسي حبنا من قلبنا زوا يتمنى أي في الراضية. رابية يا أهل القدس والزيتون علل ولأرض فلسطين. يا أهل القدس والزيتون علل ولأرض فلسطين. أحلوا كل العالم حياكم العون العالم. عليكم من عند الله عليكم من عند الله. لا تحزن يا غزة سوف ننتصر بالعزة. ألا ترون ترب القدس قدمات البيوت كم من أطفال الخيول يا لاته أفلت أيامهم فاتت أيامهم أفلت أيامهم فاتت أيامهم. كذا كل يوم أسمع أخبارا تجيبنا من أرض فلسطين. من أرض فلسطين هدموا مدارس والمستشفى قتلوا حق النساء واللتاء. حقبوا مدارس والمستشفى
قتلوا حق النساء ولت فعيالوا بيعت المضارهم ما لا تحزن يا غزة سوف ننتصر بالأجزاء سلام على أهله فلسطين الأقصى سلام الوجود حقا في أرض الأقصى سلام على أهله فلسطين الأقصى سلام الوجود حقا في أرض الأقصى هذا بلد والرسول هذا القبلة الأولى والقالية يا إخوان فلسطين يا إخوان فلسطين عن فلسطين يا إخوان فلسطين لا تحزن يا غزة سوف ننتصر بالعزة മാഷാ അല്ലാ. നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ പുറമെ നിന്നുള്ള സൗണ്ടുകൾ കഴിയുന്നത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ കുറച്ച് അല്ല ഇത് അതല്ല, ഇത് വേറെയാണ്. ഇത് ഇവള് 2ാം ക്ലാസ്സിലത്തെ കുട്ടിയാണ്. ആ ആ ആ അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സപ്പോർട്ട് വേണ്ടി വരും. പിന്നണി ഗായികയായിട്ട് ഉമ്മ കൂടെ ഉണ്ട്. അതാണ് പ്രശ്നം. അതാണ്. അല്ല അതില്ലാതെ ഇത് മുന്നോട്ട് പോകില്ല. അത് ശരിയാ. ഏതായാലും മാഷാ അല്ലാ അക്ഷരങ്ങളെ മഹ്റജുകളൊക്കെ ഓക്കെ, ഇത് നല്ല ഫലസ്തീനെ കുറിച്ചുള്ള ലാ തഹ്സൻ യാ ഗസ്സാറിന് നല്ല മനോഹരമായ പാട്ടാണിത്. ആ ആ അപ്പോൾ ഇത് പാടാൻ കുറച്ച് പ്രയാസം കൂടെയുള്ള പാട്ടാണ്. ഫലസ്തീനെ കുറിച്ചുള്ള നല്ല അടിപൊളി പാട്ടാണിത്. മാഷാ അപ്പോൾ അത് സാധാരണ ഇപ്പോൾ ഞാനൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ ഞാനെന്നല്ല ഏതൊരു രക്ഷിതാവോ പ്രത്യേകിച്ച് ഉമ്മമാരെന്ത് ചെയ്യും, ഈ ചെറിയ കുട്ടികളെ പാട്ട് പഠിപ്പിക്കുമ്പോൾ അവരാണിത് ആദ്യം കാണാതെ പഠിക്കുക. അതെ, കുട്ടികൾ പിന്നെ പഠിക്കുള്ളൂ. അത് ശരിയാ. അപ്പോൾ രക്ഷിതാക്കൾ പാടി പാടി കൊടുത്ത് രക്ഷിതാക്കൾ ആദ്യം ആദ്യം പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഒരു പാട്ടാണ് പലപ്പോഴും അനുഭവിക്കുന്ന മക്കളെയൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ചെയ്യുന്നത് കാണലുണ്ട്. അതെ, മദ്രസയിലൊക്കെ തന്നെ ഈ പറയും പോലെ ആ ഭാഗം പാട്ടിൻ്റെ ഭാഗത്തേക്ക് ഞാൻ പോയില്ലെങ്കിൽ നമ്മളെ സബോർഡിനേറ്റ് ആയിട്ടുള്ള ടീച്ചേഴ്സ് അവരെ പാട്ട് കാണാതെ പഠിച്ചിട്ടുണ്ടാവും. അതെ, അപ്പോൾ കഴിഞ്ഞ നമ്മുടെ മത്സരങ്ങളിലൊക്കെ ഇതുപോലെ 2 മദ്രസയിലുള്ള ടീച്ചേഴ്സ് തമ്മിലായും വർത്താനം. കാരണം ഒരു കുട്ടി പാടിയത് മറ്റേ കുട്ടി പാടിയത് ശരിയല്ല പറഞ്ഞു. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ലാസ്റ്റ് ഞങ്ങൾ മധ്യസ്ഥം പറയേണ്ടി വന്നു. ഒരു വിഭാഗം എന്താ വെച്ചാൽ അത് ലിറിക്സ് എഴുതിയെടുത്തതാണ്, നോക്കി എഴുതിയ, മറ്റേ കേട്ട് എഴുതിയാണ്. അപ്പോൾ രണ്ടാളും തമ്മിലുള്ള പ്രശ്നം അതായിരുന്നു. അത്ര പേര് അവർ കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അവർ തമ്മിൽ ജഡ്ജ്മെൻ്റ് ആണ്. അതെ അതെ. അപ്പോൾ ഏതായിരുന്നാലും നമ്മുടെ ഐസക്കും നമ്മുടെ ഐസയുടെ ഉമ്മയും കൂടെയുണ്ട്. മനോഹരമായിട്ട് 2 പേരും പാടി നമുക്ക് പറയേണ്ടി. അതെ അല്ലേ? അതെ. ഏതായാലും മാഷാ അല്ലാ ഉഷാറായിട്ടുണ്ട്. ബാറക്കല്ലാഹു ഫീക്കും. അടുത്തത് നമ്മളോടൊപ്പം ചേരുന്നതും ഒരു ഐസ ഫാത്തിമയാണ്. അതെ, ഇത് ഐസകളുടെ ഒരു എപ്പിസോഡാണ്. എപ്പിസോഡാണ്. ഐസ അക്ബർ, ഐസ ബിൻത്ത് സായിദ്, ഐസ ഫാത്തിമ 3ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ് ഐസ ഫാത്തിമ. GLPS തരിയോട്, വയനാട്ടുകാരിയാണ്. അതെ. കാവുമന്നം. ഏതായാലും വയനാട്ടിലെ തണുപ്പിൽ നിന്നും നല്ല ചൂടുള്ള ഒരു പാട്ട് കേൾക്കാം ഇൻഷാ അല്ലാഹ്. السلام عليكم ورحمة الله وبركاته. القدس وكنحن إلى يافا في عزة نحن وكلب جنين الواحد منا يظهر الآلافا لن تدبل فينا ورقة طين ما هان الحق وليك ولا خافا عودتنا إيمان ويقين لن نسكت لن نستسلم لا 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 نفديك لنحيان فلسطين فلسطين بلادي نامل هاجر إن أو أملا لا 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 ونبقى فيها اليوم الدين فلسطين بلادي لن نسكت لن نستسلم لا 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 نفديك لنحيان فلسطين فلسطين بلادي نامل هاجر إن أو أملا لا 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 ونبقى فيها اليوم الدين فلسطين بلادي
كي تشرق شمسك فوق مانينا وينام مسارك مبتسمين ونراك بخير حين تنانينا ليمان بيوت وبساتين سنوعدك وطنا رؤما سينا أخرارا نشدو متحدين لن نسكت لن نستسلم لا 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 ونبقى في حلم الدين فلسطين بلادي نعمل حاضر أن أو أملا لا 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 نفديك لنحيان فلسطين فلسطين بلادي لن نسكت لن نستسلم لا 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 نفديك لنحيان فلسطين فلسطين بلادي نعمل حاضر أن أو أملا لا 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 ونبقى في حلم الدين فلسطين بلادي كي تشرق شمسك فوق مانينا وينام مسارك مبتسمين ونراك بخير حين تنادينا ليمان بيوت وبساتين سنوعدك وطنا رؤما سينا أخرارا نشدو متحدين لن نسكت لن نستسلم لا 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 نفديك لنحيان فلسطين فلسطين بلادي نعمل حاضر أن أو أملا لا 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 ونبقى في حلم الدين فلسطين بلادي لن نسكت لن نستسلم لا 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 نفديك لنحيان فلسطين فلسطين بلادي نعمل حاضر أن أو أملا لا 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 ونبقى في حلم الدين فلسطين بلادي السلام عليكم ورحمة الله وبركاته മാഷാ അല്ലാ, ഐസകളുടെ അല്ലേ? ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുമ്പോൾ യെസ്, ഇൻഷാ അല്ലാ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വയനാട്ട് തണുപ്പാണെങ്കിലും പാട്ട് ചൂടൻ പാട്ടായിട്ടുണ്ട്. അതെ, ഫലസ്തീൻ്റെ പാട്ട് അല്ലേ? അതെ, ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. ലന്നസ്കുത്ത ലന്നസ്തസ്ലിമല എന്നത് അല്ലേ, അങ്ങനെയൊക്കെയുള്ള വരികളുള്ള വളരെ മനോഹരമായ പാട്ട് ഐസ ഫാത്തിമ മനോഹരമായിട്ട് അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഈ ഒരു പാട്ടിൻ്റെ പ്രത്യേകത. ഏതായിരുന്നാലും നമ്മളിവിടെ അവസാനിപ്പിക്കുമ്പോൾ എന്താ പറയുക അല്ലേ, 3 ഐസകൾ നമ്മുടെ ഈ എപ്പിസോഡ് കൊണ്ടുപോയി തന്നെ നമുക്ക് പറയേണ്ടി വരും. 3 ആളും ഒരാൾ UP ക്ലാസ്സിലും 2 പേര് LP ക്ലാസ്സിലുള്ള കുട്ടികളാണ്, 2ാം ക്ലാസ്സിലെയും 3ാം ക്ലാസ്സിലെയും. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഈ പാട്ട് പാടാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഈ പാട്ട് നന്നായിട്ട് ശ്വാസമെടുത്ത് പാടേണ്ട പാട്ടാണ് അല്ലേ, അങ്ങനെയൊക്കെ ശ്രദ്ധിക്കേണ്ട പാട്ട്. പ്രായം വെച്ച് നോക്കുന്നവരും അവർക്ക് പാടാൻ കഴിയാത്ത പാട്ടാണ്, പക്ഷേ ഇവിടെ പാടി. അതെ, ഏതായിരുന്നാലും മാഷാ അല്ലാ, കൂടുതൽ പാടാനും അവതരിപ്പിക്കാനൊക്കെ സാധ്യതകളും ചാൻസുകളും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.